ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? നമുക്കിന്ന് പൈനാപ്പിൾ വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കാം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. പൈനാപ്പിൾ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കുക. എന്നിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എരിവും പുളിയും മധുരവും എല്ലാം കൂടെ മിന്നി മറിയുന്ന ഒരു ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ്. ചെയ്ത് നോക്കി, എല്ലാവർക്കും ഇഷ്ടമാവും. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ. അതൊക്കെ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ള അളവാണ് പറയുന്നത്. എന്നിട്ടിത് നന്നായിട്ട് എല്ലായിടത്തുനിന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ടതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു പാൻ എടുത്ത് അതിലൊരു സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കട്ടാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, പൈനാപ്പിൾ കുക്കായി വരില്ല. ഒരു സൈഡ് കുക്കായതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക.